യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ലൂമിനസ് റേഡിയോയുടെ പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നോമ്പുകാല ചിന്തകളിലേക്ക് സ്വാഗതം. ഈശോ തൻ്റെ കാൽവരി യാത്രയിൽ മുന്തിരി ചക്കിലാട്ടിയെടുക്കുന്നത് പോലെ, ഗോതമ്പ് തിരികല്ലിൽ പൊടിച്ചെടുക്കുന്നത് പോലെ അവൻ പീഡകളേറ്റു. നമ്മുടെ കർത്താവിൻ്റെ രക്തവും ശരീരവും നൽകി ലോകം മുഴുവൻ്റെയും പാപപരിഹാര ബലിയായി തീർന്നു. ആ ക്രൂശിതനിലേക്ക്, ആ സ്നേഹത്തിലേക്ക് നമ്മുടെ കണ്ണുകളെ ഉറപ്പിക്കാം. ആ സ്നേഹം മൂകമായ ഭാഷയിൽ നമ്മോട് ചോദിക്കുന്നു, നീ ആരുടെ പക്ഷത്താണ്? ദൈവത്തിൻ്റെ പക്ഷത്തോ, ഹെറോദേസിൻ്റെ പക്ഷത്തോ, ബാലിൻ്റെ പക്ഷത്തോ, ദൈവത്തിൻ്റെ പക്ഷത്തോ? മത്തായിയുടെ സുവിശേഷത്തിൽ 6:24 ഈശോ പറഞ്ഞു, 2 യജമാന്മാരെ ആർക്കും സ്നേഹിക്കാൻ സാധിക്കുകയില്ല. ദൈവത്തെയും മാമോനെയും സ്നേഹിക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. അഗ്നിയും ജലവും നിന്റെ മുൻപിൽ വച്ചിരിക്കുന്നു, ഇഷ്ടമുള്ളത് നിനക്കെടുക്കാം. ജീവനും മരണവും മനുഷ്യന്റെ മുൻപിലുണ്ട്, ഇഷ്ടമുള്ളത് അവന് ലഭിക്കും. പ്രഭാഷകൻ 15:16-17. ഈശോയുടെ വാത്സല്യഭാചനങ്ങളെ, ഒഴുക്കിനെതിരെ നീന്താൻ സുവിശേഷം നമ്മോട് ആവശ്യപ്പെടുന്നു. മത്തായി 11:12. 2 വള്ളത്തിൽ കാലുവെച്ചുള്ള വിശ്വാസ ജീവിതം നമുക്കുണ്ടോ എന്ന് ഹൃദയം തുറന്ന് പരിശോധിക്കാൻ ഈ നോയമ്പിൻ്റെ നാളുകൾ നമ്മെ സഹായിക്കുന്നു. ആനന്ദിച്ചാഹ്ലാദിക്കുവിനെന്ന അപ്പസ്തോലിക ഉദ്ബോധനത്തിൽ ഫ്രാൻസിസ് പാപ്പ പറയുന്നു, യേശുവിൻ്റെ സ്നേഹം നമ്മെ ആകർഷിക്കുമ്പോൾ ലോകം മറ്റൊരു ജീവിത ശൈലിയിലേക്ക് നമ്മെ തള്ളിവിടുന്നു. പരിശുദ്ധാത്മാവ് അവിടുത്തെ ശക്തി കൊണ്ട് നമ്മെ നിറയ്ക്കുകയും നമ്മുടെ ദൗർബല്യങ്ങളിൽ നിന്നും, നമ്മുടെ സ്വാർത്ഥതയിൽ നിന്നും, അഹങ്കാരത്തിൽ നിന്നും, അലംഭാവത്തിൽ നിന്നും നമ്മെ സ്വതന്ത്രരാക്കുകയും ചെയ്താൽ മാത്രമേ അവ നമുക്ക് പരിശീലിപ്പിക്കാൻ കഴിയുകയുള്ളൂ. ഇതിനായി സഹായകനായ പരിശുദ്ധാത്മാവിൽ നമുക്ക് ആശ്രയിക്കാം. വിശുദ്ധ ബോണാവെഞ്ചർ പറയുന്നു, പരിശുദ്ധാത്മാവിൻ്റെ 7 ദാനങ്ങളുടെ ശക്തിയാൽ എല്ലാ തിന്മകളും നശിപ്പിക്കപ്പെടുകയും എല്ലാ നന്മകളും ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. ഇതിനായി വിശ്വാസത്തിൻ്റെ നിക്ഷേപം കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1831 മുതൽ 1845 വരെയുള്ള ഖണ്ഡികകൾ നമ്മെ സഹായിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ദൈവത്തിൻ്റെ ദാനവും വാഗ്ദാനവുമായ പരിശുദ്ധാത്മാവിൻ്റെ 7 ദാനങ്ങളായ ജ്ഞാനം, ഗ്രഹണശക്തി, ആലോചന, മനസ്ഥൈര്യം, അറിവ്, ഭക്തി, ദൈവഭയം എന്നിവയാൽ വിശുദ്ധിയിൽ വളരാനും, അങ്ങനെ വളരുമ്പോൾ 12 ഫലങ്ങൾ ഞങ്ങളിൽ നിറയുന്നതിനും ഇടയാക്കണമേ. ദൈവസ്നേഹം സ്വയം അനുഭവിച്ചറിയുവാൻ, രുചിച്ചറിയുവാൻ, സ്നേഹം, ആനന്ദം, സമാധാനം കൊണ്ട് എൻ്റെ ഹൃദയത്തെ നിറയ്ക്കണമേ. മറ്റുള്ളവരിലേക്ക് ചൊരിയപ്പെടാനും, പരസ്നേഹത്തിൽ വളരാനും, ക്ഷമയുടെയും ദയയുടെയും നന്മയുടെയും ഫലങ്ങൾ എന്നിൽ നിറയ്ക്കണമേ. സ്വയം നിയന്ത്രിക്കാൻ ആവശ്യമായ സൗമ്യതയുടെയും അടക്കത്തിൻ്റെയും ആത്മസംയമനത്തിൻ്റെയും ഫലങ്ങൾ എനിക്ക് നൽകണമേ. സ്നേഹത്തിൻ്റെ പരിപൂർണതയിലേക്ക് വളർത്തുന്ന ഔദാര്യം, ശുദ്ധത, വിശ്വസ്തതയുടെയും ഫലം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. പൂർണ്ണമായും അങ്ങയുടെ സ്നേഹത്തിൽ വളരുവാൻ, ആ സ്നേഹത്താൽ അങ്ങയെ ആരാധിക്കാനും ആശ്രയിക്കാനും ആശ്ലേഷിക്കാനും എന്നെ അനുഗ്രഹിക്കണമേ. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.